നമസ്കാരം. മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. വീട് വയ്ക്കുന്നതിനും പുനരുദ്ധാരണത്തിനുമെല്ലാം സഹായം ലഭിക്കും. പദ്ധതി പ്രകാരം എങ്ങനെ സബ്സിഡി നേടിയെടുക്കാം, ആരെല്ലാമാണ് അർഹർ എന്നിവ കാണാം മണി ന്യൂസിൽ. ബിഗ് സ്റ്റോറി. രണ്ടായിരത്തി 2022 നഗരപ്രദേശത്തെ എല്ലാവർക്കും വീടുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ പദ്ധതിയിൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള വീടുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ചുമതല കുടുംബശ്രീക്കാണ്. പദ്ധതി പ്രകാരം പുതിയതായി വീട് നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും വാസയോഗ്യമല്ലാത്ത വീടുകളുടെ പുനരുദ്ധാരണത്തിനും ബാങ്ക് വായ്പ ലഭിക്കും. 3 ലക്ഷത്തിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർക്ക് 30 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണത്തിനും 6 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 60 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണത്തിനുമായി ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കും. പദ്ധതി ഗുണഭോക്താക്കളുടെ 6 ലക്ഷം രൂപ വരെയുള്ള ബാങ്ക് വായ്പയ്ക്ക് 6.5% പലിശ സബ്സിഡി നൽകും. പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയിൽ പ്രധാനമായിട്ട് 4 വെർട്ടിക്കൽസ് ഉണ്ട്. 4 തലത്തിൽ ഇതിൽ ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടും. രണ്ടാമത്തതാണ് ഈ ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി. 6 ലക്ഷം രൂപ വരെ ലോൺ എടുത്താൽ ആ ലോണിന് 6.5% പലിശ ഇളവ് കിട്ടും. ഇപ്പോൾ 12% ബാങ്കിൻ്റെ പലിശയെങ്കിൽ 6 കുറച്ച് 5.5 കിട്ടും. അവർ 10%, 10 ലക്ഷമാണ് എടുക്കുന്നുണ്ടെങ്കിൽ 6 ലക്ഷത്തിന് പലിശ കിട്ടുള്ളൂ, ഇളവ് കിട്ടുള്ളൂ, മറ്റുള്ളതിന് പലിശ ഇളവ് കിട്ടില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ വെർട്ടിക്കൽ. ഇതിന് മുകളിൽ വരുന്ന തുകയ്ക്ക് ബാങ്കുകൾ നിഷ്കർഷിച്ചിട്ടുള്ള സാധാരണ പലിശ നൽകണം. പലിശ ഇളവ് ലഭിക്കുന്നത് വഴി വായ്പ എടുക്കുന്ന ഗുണഭോക്താവിന് പരമാവധി 2.2 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും. വരുമാന നികുതി നൽകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വായ്പ എടുത്താൽ അവർക്കും പലിശ സബ്സിഡിയുടെ ആനുകൂല്യം ലഭിക്കും. ഹഡ്കോ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നിവയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി നിയോഗിച്ചിട്ടുള്ള കേന്ദ്ര നോഡൽ ഏജൻസികൾ. ഇവയുമായി ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ള ബാങ്കുകളാണ് വായ്പ അനുവദിക്കുന്നത്. വായ്പയ്ക്കായി അപേക്ഷിക്കുന്ന ബാങ്കുകളുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാകും വായ്പ തുക അനുവദിക്കുക. 15 വർഷമാണ് വായ്പ കാലാവധി. പദ്ധതിക്കായി നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള ഗുണഭോക്തൃ പട്ടികയിൽ അർഹരായവരെ ഉൾപ്പെടുത്തുന്നതിന് ബാങ്കുകളെ സമീപിക്കാം. വായ്പ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ദരിദ്രരായ ഗുണഭോക്താക്കളെ സഹായിക്കുന്നതിനുമായി നഗരസഭകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഫെസിലിറ്റേറ്റർമാരെ നിയോഗിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഇതിൻ്റെ ഒരു നോഡൽ ഏജൻസി എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ മോണിറ്റർ ചെയ്യുകയാണ്. എല്ലാ നഗരസഭകളിലും കുടുംബശ്രീയുടെ ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ട്. ഒരു സ്ത്രീ ഫെസിലിറ്റേറ്ററായി നിൽക്കുകയും അവർ സർവേ നടത്തിക്കൊണ്ട് ആളുകൾ ഈ സ്കീമിൻ്റെ ബെനിഫിറ്റിനെ പറ്റി പറയും, മറ്റ് സ്കീമുകളെ പറ്റി പറയും. ഓരോരാൾ ഏത് സ്കീമിൽ ഉൾപ്പെടുത്താൻ യോഗ്യരാണ്, അവർ താല്പര്യമുണ്ടെന്ന് കണ്ടുപിടിക്കുകയും അവർ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ബെനിഫിഷ്യറി സെലക്ഷനും പിന്നെ ചെറിയൊരു NOC ആവശ്യമുണ്ട്. ഇവർക്ക് വേറൊരു സ്കീമിലും പൈസ കിട്ടുന്നില്ല എന്നുള്ള അത് കൊടുക്കലുമാണ് നമ്മുടെ ഫെസിലിറ്റേറ്ററിൻ്റെ ഒരു ജോലി. വായ്പയ്ക്കായി അപേക്ഷകൻ ബാങ്കുകളിൽ നേരിട്ട് അപേക്ഷ നൽകിയാലും നഗരസഭ നൽകുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം അടുത്ത വർഷം 344 കോടി രൂപയുടെ സബ്സിഡി നൽകുമെന്ന് പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ നാഷണൽ ഹൗസിംഗ് ബാങ്ക് MD ശ്രീറാം കല്യാണരാമൻ പറയുന്നു. We in National Housing Bank is the nodal agencies for the credit linked subsidy scheme, which is essentially 6.5% subsidy on interest for people who take housing loans and at the income level of 3 lakhs and 6 lakhs. ദേശീയ തലത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 172 കോടി രൂപയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വിതരണം ചെയ്തത്. കേരളത്തിൽ ഇതുവരെ വെറും 1.13 കോടി രൂപ മാത്രമാണ് സബ്സിഡിയായി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ 7 നഗരസഭകളിലാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. എല്ലാ നഗരസഭകളിലേക്കും ഉടൻ പദ്ധതി വ്യാപിപ്പിക്കും. കുടുംബശ്രീ ഇതുവരെ നടത്തിയ സർവേയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം സബ്സിഡി ലഭിക്കാൻ 20,000 പേർക്ക് അർഹതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ നിരവധി കാലത്തെ പ്രവർത്തന പരിചയവുമായാണ് UV ജോസ് IAS ടൂറിസം ഡയറക്ടറാകുന്നത്. പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. മണി ഐക്കണിലേക്ക്. ടൂറിസം ഡയറക്ടർ ശ്രീ UV ജോസാണ് ഇന്ന് മണി ഐക്കണിൽ നമ്മോടൊപ്പം ചേരുന്നത്.
സ്വാഗതം ശ്രീ യു ജോസ്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളം ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, കേരളം ടൂറിസത്തിൽ നിന്ന് വലിയ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ വലിയ മത്സരം നമ്മൾ നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളം ഇനി മറ്റ് രാജ്യങ്ങളോടുകൂടി മത്സരിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ, ടൂറിസം ഡയറക്ടറേറ്റ് എല്ലാം ഇക്കാര്യത്തിൽ എന്തെല്ലാം പുതിയ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്? കേരള ടൂറിസം ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുകയാണ്. 10% കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ 10% കോൺട്രിബ്യൂഷൻ ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ ഗവൺമെൻറ് ടൂറിസത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് മനസ്സിലായി. ഗവൺമെൻറ് ടൂറിസത്തെ വളരെ പ്രാധാന്യത്തോടെ കാണുകയാണ്. കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറും കേരള ഗവൺമെൻറ്റും കൂടെ കൂടിച്ചേർന്നൊരു വലിയ കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളിലും അതുപോലെ ട്രേഡ് അവരുടെ ബിസിനസ് റോളിലുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ വലിയൊരു വിജയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റവും വലിയ സഹായകരമായ നിലയിൽ ഡെസ്റ്റിനേഷനെ ഡെവലപ്പ് ചെയ്യണം, പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ മാർക്കറ്റിങ്ങിൽ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഇതാണ് ഗവൺമെൻറ് എടുക്കുന്ന റോള്. ഇപ്പോൾ പുതിയ 3 കാര്യങ്ങളിലും ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സെല്ല് ചെയ്യുന്നത് കൂടുതലായിട്ടും ആയുർവേദയും ബാക്ക് വാട്ടറുമാണ്. അത് മാറി ഇപ്പോൾ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ പ്രോഡക്റ്റായിട്ട് മുസ്രീസ് ഹെറിറ്റേജ് പ്രോജക്റ്റും അതുപോലെ തന്നെ സ്പൈസ് റൂട്ടും ആഗോളതലത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോൾ വെസ്റ്റേൺ കാട്ട് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ അത് അത്രമാത്രം ഉപയോഗിച്ചോ എന്നുള്ളത് സംശയമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും യുവാക്കളെ ടൂറിസത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വെസ്റ്റേൺ ഗാർഡൻ ഉപയോഗിക്കാൻ പോവുക. എക്കോ ടൂറിസവും എക്കോ അഡ്വഞ്ചറും ഇപ്പോൾ കേരള ട്രാവൽ മാർട്ടിൽ കേരള ടൂറിസത്തിൻ്റെ പവലിയൻ കണ്ടാൽ അറിയാം, നമ്മൾ എക്കോ അഡ്വഞ്ചറാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത വർഷങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റും അതാണ്. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് ലൈനിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ് ലൈൻ കൊണ്ടുവരികയും അതുപോലെ തന്നെ പുതിയൊരു ടാർഗറ്റ് ഗ്രൂപ്പിനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രോഡക്റ്റ് ലൈൻ. 2 ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുതിയ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതോടൊപ്പം പഴയ കേന്ദ്രങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗ്രീൻ കാർപ്പറ്റ് എന്നുള്ള ഒരു പുതിയൊരു പദ്ധതി തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. നവംബർ 1 ടൂറിസ്റ്റുകൾ വരുന്ന ആ ഒരു സമയത്ത് പ്രധാന ടൂറിസം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സംസ്ഥാനത്ത് 84 ഡെസ്റ്റിനേഷൻ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ തീവ്ര യജ്ഞ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. 3 മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇടപെടുക. ഇപ്പോൾ ഈ KTM ഈ വർഷത്തെ KTM കഴിഞ്ഞ പ്രാവശ്യം 47 കൺട്രീസിൽ നിന്നാണ് ബയേഴ്സ് വന്നതെങ്കിൽ ഇത്തവണ 57 കൺട്രീസ് ഉണ്ട്. മറ്റൊന്ന്, ധാരാളം പേർ ഈ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി വരുന്ന ആളുകളുണ്ട്. വലിയ വലിയ ഏജൻസികൾ മുതൽ ചെറിയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ. ഈ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അവരും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ടൂറിസം വികസിപ്പിക്കുന്നതിനും എല്ലാം അവരുടെ സംഭാവനകൾ കൂടി വരേണ്ടതുണ്ട്. ആ ഒരു തലത്തിൽ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം വികസന പദ്ധതി ആയിരിക്കുമോ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക? ഡെഫിനറ്റ്ലി ഞങ്ങൾ ടൂറിസം നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളം വളരെയേറെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കൂട്ടായ്മയാണ്. അതിൽ ചെറിയൊരു ഹോം സ്റ്റേ, ഇപ്പോൾ സംരംഭകരെന്നുള്ള രീതിയിൽ ഏറ്റവും ചെറിയ സംരംഭകർ മുതൽ വലിയ സംരംഭകർ വരെ ഒന്നിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു, ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ അതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടെ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നാട്ടുകാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇവിടുത്തെ തദ്ദേശവാസികളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ടൂറിസം വികസിപ്പിക്കുന്നതെന്നുള്ളതാണ്. ഉത്തരവാദിത്ത ടൂറിസം എന്ന നിലയിൽ ഒരു വലിയ ആശയം തന്നെയാണ് കേരള ടൂറിസം മുമ്പോട്ട് വെച്ചത്, ട്രേഡിൻ്റെ മുമ്പിൽ മുമ്പോട്ട് വെച്ചത്. അപ്പോൾ അത് അവർ ട്രേഡ് അതുപോലെ തന്നെ അത് സ്വീകരിക്കുകയും നമ്മുടെ ഡെസ്റ്റിനേഷൻ നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ളവർക്ക്, സാധാരണക്കാരായ തദ്ദേശവാസികൾക്ക് ഈ ടൂറിസം കൊണ്ട് നേരിട്ട് ഗുണം ഉണ്ടായെങ്കിൽ മാത്രമേ നിലനിൽക്കൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനുമുണ്ട്. അതുപോലെ തന്നെ ടൂറിസം ട്രേഡിലുള്ള ടൂറിസം സർവീസ് പ്രൊവൈഡേഴ്സിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് നാട്ടുകാരെയും കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും മുമ്പോട്ട് എടുക്കുക. ഈ വിനോദസഞ്ചാരികളെല്ലാം ആവർത്തിച്ച് പരാതിപ്പെടുന്ന ഒരു കാര്യം അടിസ്ഥാന സൗകര്യം മെച്ചമുള്ളതല്ല, മറ്റൊന്ന് അതുപോലെ തന്നെ ശുചിത്വമില്ലായ്മയുടെ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നുണ്ട്. കേരളം ഈ കാര്യത്തിൽ കൂടി ശ്രദ്ധിച്ചാലല്ലേ കൂടുതൽ വിനോദസഞ്ചാരികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് ഞങ്ങൾ നടപടി എടുക്കുന്നുണ്ട്. അതിൻ്റെ
നിലവാരം കൂട്ടേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാം നമുക്ക് പറ്റിയ, പ്രത്യേകിച്ച് ടോയ്ലറ്റും അതുപോലെയുള്ള പ്രാഥമിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ സ്വയം പര്യാപ്തമല്ല. അതിനൊരു കൂട്ടായ പ്രയത്നം നടത്തേണ്ടതുണ്ട്. അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രത്യേക ഒരു ശ്രദ്ധ ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി എല്ലായിടത്തും ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഗ്രീൻ കാർപ്പറ്റ്? അതെങ്ങനെയായിരിക്കും കേരളത്തിലെ ടൂറിസം രംഗത്തിന് സംഭാവനകൾ നൽകുക? ഗ്രീൻ കാർപ്പറ്റ് ഒരു പുതിയ ആശയം എന്ന് പറയുന്നത് അതിനകത്ത് വലിയ ഒരു പുതുമ അങ്ങനെ ഓരോ കമ്പോണൻ്റ് എടുത്ത് നോക്കിയാൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആശയം എന്നത് നമുക്ക് പുതിയ ടൂറിസം സീസൺ തുടങ്ങുകയാണ്. നവംബറോട് കൂടിയിട്ട് പുതിയ ടൂറിസം സീസൺ തുടങ്ങും. നമ്മൾ ഡെസ്റ്റിനേഷൻസ് അതിന് പ്രിപ്പയർഡ് അല്ല. നോർമലി അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നൊരു പതിവുമില്ല. അങ്ങനെ വരുന്നു, നമുക്ക് പ്രത്യേകിച്ച് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ വലിയ ജനപങ്കാളിത്തത്തോടെ ഓരോ ടൂറിസം ഡെസ്റ്റിനേഷനെയും തയ്യാറാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഗ്രീൻ കാർപ്പറ്റിലൂടെ എടുക്കുന്നത്. ഞങ്ങൾ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 10 കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ വലിപ്പമല്ല, പക്ഷേ അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു ഡെസ്റ്റിനേഷനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് അത്. ഇൻക്ലൂഡിങ് അവിടെ കുടിവെള്ളം കൊടുക്കണം, അവിടുത്തെ ലൈറ്റുകൾ പ്രവർത്തിക്കണം, അവിടുത്തെ നടപ്പാതകളിൽ സുഗമമാക്കണം, അതുപോലെ അവിടെ ശുചിത്വം പരിപാലിക്കണം, അവിടെ ക്ലീനിങ്ങിന് സ്ഥിരമായിട്ടുള്ള ആളുണ്ടാവണം, അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. അങ്ങനെ ട്രെയിനിങ് കൊടുത്തവരെ ബാഡ്ജ് തന്നെ കൊടുത്തവരുടെ പേര് വെളിപ്പെടുത്തക്ക രീതിയിൽ ആകണം. അതുപോലെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഇതുവരെ നമ്മൾ നോക്കാത്ത എല്ലാവർക്കും, ഇപ്പോൾ വിഭിന്നശേഷിയുള്ളവർക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കണം. ഇതൊക്കെ ഞങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് തദ്ദേശവാസികളെ ഇതിൻ്റെ പ്ലാനിങ്ങിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുത്തി അവർക്ക് ഗുണകരമാകുന്ന രീതിയിലും നോക്കുന്നുണ്ടോ എന്നുള്ള ഓഡിറ്റും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വപ്ന പദ്ധതികൾ എന്ന് തന്നെയായിരുന്നു ഈ സീപ്ലെയിൻ എന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? സീപ്ലെയിൻ വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്? സീപ്ലെയിന് പല തടസ്സങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളമായി സീപ്ലെയിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും അതിൻ്റെ എല്ലാ ക്ലിയറൻസുകളും അത് ഒരു സ്വകാര്യ മേഖലയായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നൊരു പദ്ധതിയല്ല. ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ സ്വകാര്യ സംരംഭകർ എല്ലാ ലൈസൻസോടും കൂടി ഇവിടെ റെഡിയായാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഗവൺമെൻറ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിരുന്നു. അത് 1 വർഷത്തിലേറെയായി അത് ചെയ്തിട്ട്. ഇവിടെ നമ്മൾ അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു, അതിനുള്ള മാൻ പവർ ഒരുക്കിയിരുന്നു. ഇപ്പോഴും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഒരു സ്വകാര്യ മേഖല അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കിട്ടേണ്ട ലൈസൻസോട് കൂടി സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അവർ സമീപിച്ചിട്ടുണ്ട്, അവർ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അതൊക്കെ കിട്ടി ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഇവർ പറഞ്ഞത് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തീർത്തിട്ടുണ്ട്. പക്ഷേ ഒരു തടസ്സങ്ങളില്ലാത്തൊരു പ്രവർത്തനം, അതിനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരുക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഒക്കെ മാറി വലിയ തോതിലുള്ള സഹകരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ സീപ്ലെയിൻ വീണ്ടും പറത്താനാകൂ എന്നാണ് അവർ പറയുന്നത്. ആ ഒരു ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് പല മീറ്റിങ്ങുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ ചർച്ചകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തിടയിൽ ഗവൺമെൻറ്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ വിശദമായിട്ട് അതിനകത്തേക്ക് പരിശോധിച്ചതാണ്. പക്ഷേ അത് അവർ അത്ര ഈ താല്പര്യം നേരത്തെ ഉണ്ടായിരുന്ന അത്രയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. പക്ഷേ അവർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് തയ്യാറാണ്, ഇപ്പോഴും തയ്യാറാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും പിന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. വളരെ നന്ദി ശ്രീ യുഎസ്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സംരംഭങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? OPC ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും LLP ആണ്. ഈ 3 കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ്.